أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لطيف بعباده يرزق من يشاء وهو القوي العزيز. من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. രണ്ടാമത്തെ ആയത്തിന് ഒരർത്ഥാണ് ഓടിച്ച് പറയാം, എന്നിട്ട് തഫ്സീർ പറഞ്ഞുതരാം. ആ തഫ്സീർ മത്തിയാവും. ആ തഫ്സീർ കുട്ടികളെ എഴുതി വെക്കണം. അത് സഹലിൻ്റെ തഫ്സീറാണ്. സഹലിനെ അറിയാലോ, സഹലിനെപ്പോൾ വലിയ ഒരാൾ സഹലിന് ശേഷം എൻ്റെ ഓർമ്മയിലില്ല. അതാണ് സഹൽ ബിൻ അബ്ദുല്ലാഹി തസത്തുരി റളിയല്ലാഹു അൻഹു അവരുടെ തഫ്സീറായത്. സഹൽ തങ്ങളുടെ തഫ്സീറാണ്. അദ്ദേഹത്തിന് ഖുർആനിലെ ചില രഹസ്യമായ തഫ്സീറുകൾ അദ്ദേഹം ഇത്ര തന്നെയുള്ളൂ. ഇതാണ് സഹലിൻ്റെ തഫ്സീർ. 30 വാള്യത്തിൽ ചില ആയത്തുകൾക്ക് മാത്രം സഹലിൻ്റെ തഫ്സീറുണ്ട്. ഇതാണ് സഹൽ തങ്ങളുടെ തഫ്സീർ. എന്താ പറയുന്ന വ്യാഖ്യാനം ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. ആ ആയത്തിൻ്റെ മാത്രം ഏത് മൻകാന യുരീദു ഹറസൽ ആഖിറ, ആഖിറത്തിൻ്റെ കൃഷിയാണ് ഒരാൾ ഉദ്ദേശിച്ചതെങ്കിൽ നസിദ് ലഹു ഫി ഹറസി, അവൻ്റെ കൃഷിയിൽ നാം വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പം ഇനി ഇവിടെ അറിയേണ്ടത് എന്താണ് ആഖിറത്തിൻ്റെ കൃഷിയെന്ന്. അതെങ്ങനെ നമുക്ക് ഇടാൻ കഴിയുക? മറക്കരുത് കേട്ടോ, ഞാൻ അർത്ഥം പറയാൻ പോവുകയാണെ, ഇത് മറക്കരുത്. ഇതാണ് സത്യത്തിൽ ഈ ക്ലാസിൻ്റെ പ്രൊഡക്റ്റ്. ഈ 277 ക്ലാസ്സിലും ഇതുണ്ടാക്കാനാണ് ശ്രമിച്ചത്. അതില്ലെങ്കിൽ നഷ്ടമാണ്. ഒരാൾ ആഖിറത്തിൻ്റെ കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ നസിദ് ലഹു ഫി ഹർസി, അവൻ്റെ കൃഷിയെ നാം അവന് വർദ്ധിപ്പിച്ചു കൊടുക്കും, അവൻ്റെ കൃഷിയിൽ വർധനവ് കൊടുക്കും. മൻകാന യുരീദു ഹർസ ദുനിയ, ദുനിയാവിൻ്റെ കൃഷിയാണ് ഒരാൾ ലക്ഷ്യമെങ്കിൽ നൂതിഹി മിൻഹ, അതിൽ നിന്ന് അല്പം കൊടുക്കും ദുനിയാവിൽ. വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, ആഖിറത്തിൽ ഒരു അംശവും അവനോട്ട് ഉണ്ടാവുകയും ഇല്ല. അപ്പം ഈ അർത്ഥം പറയാനാണ്. സഹൽ തങ്ങളുടെ തഫ്സീറാണ് വായിക്കുന്നത്. മോനെ, സഹലിൻ്റെ തഫ്സീർ റളിയല്ലാഹു അൻഹു. സഹലിനെ അറിയാലോ, പലവട്ടം ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ലോകം കണ്ട സൂഫികളിലെ എല്ലാവരും ആദരിക്കുന്ന മഹാനാണ് ആര്? സഹൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയാലോ, അവരെ എത്രയോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവരെ എന്നാണ് എൻ്റെ ഹൃദയം മുഴുവൻ സഹലാണ്. അത്ര ഇഷ്ടമാണ് എനിക്ക് അവരെ. അതുകൊണ്ടാണ് എനിക്ക് അവരെ പറയുമ്പോൾ 1000 നാവ. അത്രയും വലിയ മഹാനാണ് സഹൽ. പിൻഗാമികൾ മുഴുവനും സഹലിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. സഹൽ പറഞ്ഞെന്നാണ് പിന്നെ ഒരാൾ മിണ്ടൂല. അത്രയും വലിയ മഹാനാണ് ആര്? സഹൽ ഇബ്നു അബ്ദുല്ലാഹ്. അവരെ തഫ്സീറാണിത്. തഫ്സീർ തസത്തുരി കണ്ടില്ല, അത് തഫ്സീറാണ്. സഹൽ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തഫ്സീറാണ്. ഇതിൻ്റെ 240-ാമത്തെ പേജിലാണ്. ആകെ എത്രയേ ഉള്ളൂ ഈ തഫ്സീർ. ആകെ 30 ജുസിന് ചില ആയത്തുകൾക്ക് മാത്രം അവരിങ്ങനെ ചില ആയത്തുകളുടെ വ്യാഖ്യാനം കോറിയിട്ട് പോയതാണ്. അപ്പോൾ ഈ മൻകാന യുരീദു ഹർസൽ ആഖിറ എന്ന ആയത്തിന് അവർ കൊടുത്ത തഫ്സീർ ഞാൻ പറഞ്ഞുതരാം. അത് മതിയാവും, മറക്കരുത്. അത് മതിയാവും, മറക്കരുത്, മതിയാവും. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയോ? ഖൗലുഹു, അള്ളാഹുവിൻ്റെ വാക്ക്. മൻകാന യുരീദു ഹർസൽ ആഖിറ, ഒരാൾ ആഖിറത്തിൻ്റെ കൃഷിയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ നസിദ് ലഹു, അവന് ഞാൻ കൂട്ടിക്കൊടുക്കും ഫി ഹർസിഹി, അവൻ്റെ കൃഷിയിൽ നാം അവന് വർധന കൊടുക്കും. ദുനിയാവിൻ്റെ കൃഷിയാണെങ്കിൽ ദുനിയാവിന് ലേശം കൊടുക്കും, ആഖിറത്തിൽ ഒന്നോട്ട് ഉണ്ടാവുകയും ഇല്ല. അപ്പം ഇനി എന്താണ് ഈ ദുനിയാവിൻ്റെ കൃഷി എന്ന് ചെയ്യൽ? എങ്ങനെയാണ് ദുനിയാവിലെ കൃഷി എന്ന് പറഞ്ഞാൽ? അതിൻ്റെ വിത്ത് എന്താണ്? അതിൻ്റെ വിള എന്താണ്? അതിൻ്റെ വിത്തും വിളയും ഹർസുൽ ആഖിറ. സഹലി പറയാം റളിയല്ലാഹു, ഒന്ന് ഉറക്ക റളിയല്ലാഹു എന്ന് പറയും. ഇത്രയും വലിയ ആളാ സഹലി പറയാണ് റളിയല്ലാഹു അൻഹു ഹർസുൽ ആഖിറ. മറക്കരുത് കേട്ടാ, ഇത് ഒരിക്കൽ ഹൃദയത്തിൽ കൊത്തിക്കൊണ്ട് കിടക്കണം, ഒരിക്കലും മറക്കരുത്. ഹർസുൽ ആഖിറ, ആഖിറത്തിൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ അൽ ഖനാഅതു ഫി ദുനിയ, ദുനിയാവിൽ എന്ത് കിട്ടിയാലും ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ്. മതി, അതന്നെ. ദുനിയാവിൽ എന്ത് കുറച്ച കിട്ടിയെങ്കിലും അതിൽ തൃപ്തിപ്പെടുക. പണിക്ക് പോകരുത്, കച്ചവടം ചെയ്യരുത് എന്നല്ല, അതൊക്കെ ചെയ്തോളൂ. പക്ഷേ ആവലാതി, അള്ളാഹുവിനെ പറ്റിയുള്ള ആവലാതി, കിട്ടിയില്ല എന്നുള്ള ആവലാതി നിൻ്റെ വാക്കിൽ ഒരിക്കലും വരരുത്. വരിഫിൽ ആഖിറ, ആഖിറത്തിൻ്റെ പൊരുത്തം പറഞ്ഞ് അങ്ങനെ ജീവിക്കുക. നമുക്ക് മനസ്സിലായില്ലേ? അൽ ഖനാഅത്തു ഫി ദുനിയ, എന്ത് കിട്ടിയാലും അതിലാണ് പൊരുത്തപ്പെടുക. നമ്മൾ 2 ആൾ ഗൾഫിൽ പോയി, എനിക്ക് തിരിച്ച് മടങ്ങി, എന്നെ കഫീൽ സ്വീകരിച്ചതിനല്ല, നിങ്ങൾക്ക് വലിയ ജോലി കിട്ടി, നിങ്ങൾ നാടാകെ പിന്നെ മുതൽ വാങ്ങി വലിയ വീടുണ്ടാക്കി, എനിക്ക് പിന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അങ്ങനെ നടന്നു, ഇനി ബേജാറില്ല. എനിക്ക് ഖൈറാതായിരിക്കും, നിങ്ങൾക്ക് ഖൈറാത്തുമായിരിക്കും. ഇത് വിധിച്ചോനാരാ? അല്ലാഹ്.
അതിൽ അതാണ് തൃപ്തിപ്പെടുക. രണ്ടാളെ ഓതാൻ ബാപ്പ ഓതാൻ കൊണ്ടയാക്കി. ഏട്ടൻ അവിടുന്ന് നാടോട്ട് ബോംബെ പോയി, 5 മൂല്യം പോയി. ഇൽമ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദുഃഖം. ഓക്കെ, അതേ അതിനപ്പുറം ഒന്നും വിചാരിക്കണ്ട. എന്തുകൊണ്ട്? നിനക്ക് ഹൈറുദ്ധായിരിക്കും. അങ്ങനെയും വേണമല്ലോ. ബോംബെ പോയാലും പൈസക്കാരും കച്ചവടക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ ഈ പള്ളി മദ്രസ നടക്കൂലല്ലോ, മൂല്യം ഇത് നടക്കൂലല്ലോ. മനസ്സിലല്ലേ? നിനക്ക് റബ്ബ് എന്തെന്നാലും തൃപ്തിപ്പെടുക. നമ്മൾ രണ്ടാളും കൂടി ഇന്ന് കച്ചവടത്തിന് പോയി. എനിക്ക് 1000 കിട്ടി, നിനക്ക് 1000 അല്ല കിട്ടിയത്, നിനക്ക് 10 ലക്ഷം കിട്ടിയത്. അതെങ്ങനെ കിട്ടുക? നമ്മൾ രണ്ടാളും, ഞാൻ അപ്പുറത്തെ ടോയ്ലറ്റിക്ക് പോയ അടിയിൽ ഒരു ചായപ്പീടിയിൽ കയറി കുത്തിരുന്നു. അപ്പോൾ അവിടെ ഒരു കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഈ കച്ചവടത്തിൽ ഇവിടെ ഉള്ളവരൊക്കെ ഇതിൽ കൂട്ടുന്നു പറഞ്ഞു. ആ കച്ചവടത്തിൽ മറിഞ്ഞപ്പോൾ കിട്ടിയത് 50 ലക്ഷം ലാഭം. അപ്പോൾ നേരത്തെ 4 ആളുണ്ട്, ഇജടക്കം ചെന്നപ്പോൾ എത്രയായി? 5 ആയി. എല്ലാവർക്കും വീതിച്ചു. അതാ 10 ലക്ഷം എനിക്ക്. അപ്പോൾ മറ്റോ ടോയ്ലറ്റ് പോയ നേരം കൊണ്ട് എനിക്ക് എത്ര കിട്ടി? 10 ലക്ഷം. തഖ്ദീറാണ്. അതിന് ഇജ് പെണ്ണിൻ്റെ മുനമ്പെടുത്തിട്ട് തൽമ കുത്തണ്ട. എനിക്ക് എന്ത് വെച്ചതാണ്? എനിക്ക് അതായിരിക്കും കയറ്, മറ്റവൻ അതായിരിക്കും കയറ്. എനിക്ക് 1000 രൂപ കിട്ടിയത്, മറ്റവൻ 10 ലക്ഷം കിട്ടിയത്. അതൊന്നും വിചാരിക്കും വേണ്ട. അവൻ്റെ പെണ്ണുങ്ങൾക്ക് ആ കൊല്ലം രോഗം ഉണ്ടായി. ആ രോഗത്തിന് ചികിത്സിച്ചു. അതിൽ 50 ലക്ഷം ചിലവായി. അപ്പോൾ അവന് 40 ലക്ഷം കടായി. എൻ്റെ 1000 500 ഇപ്പോഴും മാറ്റാതെ പെട്ടി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? ചെന്ന് ചായപ്പൊടി ചെന്ന് ചായ കുടിക്കാൻ നോക്കുമ്പോൾ നീ 500 ഒന്ന് പൊട്ടിച്ച് കട്ടേന്ന് വിചാരിച്ച് ചായപ്പൊടി ചെന്ന് നോക്കുമ്പോൾ ചായ കുടിച്ചപ്പോഴത്തേന് എൻ്റെ ചങ്ങായി പൈസയും കൊടുത്തു പോയി. അപ്പോഴും എനിക്ക് 500 പൊട്ടിക്കുന്ന രൂപയല്ല. ഇച്ചാണ്ട് 500 കൊണ്ട് ഇച്ചാണ്ട് കുടുങ്ങി. അത് പോണില്ല. മറ്റവന് 10 ലക്ഷം കിട്ടിയപ്പോൾ 40 ലക്ഷം കൂടി കടം വന്നു. ഇവിടെ നിനക്ക് 1000 കിട്ടിയപ്പോൾ 500 ഇപ്പോഴും ബാക്കിയാണ്. ഊപ്പർ വാലാക്കാ തക്കതീർ ഹേ, ഊപ്പർ വാലയുടെ തക്കതീറാണ്, വർത്താനല്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? നീ നിനക്ക് 10 ലക്ഷം കിട്ടേണ്ടിയിരുന്നില്ല, അങ്ങനെ ഇജ്ജ് പറയണ്ട. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 40 ലക്ഷം പെണ്ണുങ്ങൾക്ക് വേണ്ടി ഏറെ ചിലവാക്കി കഷ്ടപ്പെട്ട് തലപ്പുണ്ണാക്കിയിട്ട് ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ഷഹീദിൻ്റെ പദവി കിട്ടണം. അത് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും. മറ്റൊന്ന് 500 ഉള്ളൂ, ഷഹീദിൻ്റെ പദവിയില്ല. എനിക്ക് 40 ലക്ഷം കടാണെങ്കിൽ ഷഹീദിൻ്റെ പദവിയും കൂടെ ഉണ്ട്. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? ഇതൊക്കെ ഊപ്പർവാലിൻ്റെ പണികളാണ്. അപ്പോൾ ഹർസുൽ ആഖിറ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അതിൻ്റെ കുരു, അതിൻ്റെ വിത്തെന്താ? അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെടുക. അതങ്ങോട്ട് പൊങ്ങണം. അതെന്നെ വേള, അതെന്നെ ദീന്. ദീനെന്ന് പറഞ്ഞാൽ കുറേ നിസ്കരിക്കലല്ല. തഹജ്ജുദ് നിസ്കരിച്ച സ്വഹാബികളുമുണ്ട്, എല്ലാ രാത്രിയും തഹജ്ജുദ് നിസ്കരിച്ച സ്വഹാബികളുമുണ്ട്, നിസ്കരിക്കാത്ത എമ്പാടുമുണ്ട്. എന്തേ നിസ്കരിക്കാഞ്ഞോ? നേരം കിട്ടിയില്ല, നേരത്തെ പണിക്കോണം. നമ്മൾ തന്നെ ഇപ്പോൾ ഈ തഹജ്ജുദ് നിസ്കാരം ഇങ്ങനെ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? നമുക്ക് പണിയില്ല. ഒരു പണിയില്ല. എന്താ പണി? ഒരു പണിയില്ല. രാവിലെ 6 മണി 6:30 മണിക്ക് പണിക്കാണ്ട് ഇറങ്ങിയാൽ വൈകുന്നേരം അട്ട കടിക്കണ പാടത്ത് വൈകുന്നേരം വരെ പണിയെടുത്താൽ 2 അടങ്ങായി നെല്ല് കൊടുക്കും, അതിൽ 1/2 അടങ്ങായി പതിരായിരിക്കും. പിറ്റേന്ന് രാവിലെ 6:30ക്ക് പണിക്കിറങ്ങിയിട്ടില്ലെങ്കിൽ പണീന് പിരിച്ചു വിടും. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ കഷ്ടപ്പെട്ടവർക്ക് എന്ത് തഹജ്ജുദാ? അവർക്ക് തഹജ്ജുദില്ല. എന്തുകൊണ്ട്? അവർ കുടുംബം അജ്ജത്ത് നിസ്കരിക്കും, സൗകര്യം കിട്ടിയ സുന്നത്ത് നിസ്കരിക്കും. അവർക്ക് ഒന്നുമില്ല, ഒരു അധ്വാനിക്കണം മക്കളെ പോറ്റാൻ. എന്തിന്? ഹലാലായ ഭക്ഷണം കുട്ടികൾ കഴിക്കണം. അതൊരു ജിഹാദാണല്ലോ. നമ്മൾ ഈ തഹജ്ജുദിൻ്റെ മേലല്ലേ ആ ജിഹാദ്? അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അപ്പം ഇതൊന്നുമല്ല ദീൻ. ദീൻ എന്നാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടലാണ്. ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എന്താ കാട്ടുന്നത്? എൻ്റെ നാട്ടിൽ എന്നെപ്പോലെ കുഴങ്ങിയ ഒരാളില്ല എന്ന് പറയേണ്ടതില്ല. അതൊരു ഹൈറാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഇത് എന്താണ് റബ്ബ് വെച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൽ തൃപ്തിപ്പെട്ടോ? എന്തിൽ തൃപ്തിപ്പെട്ടാളാ? അൽ ഖനാഅത്ത് ഫി ദുനിയ, ദുനിയാവിലെ ഖനാഅത്തിനാണ് എന്ത് പറയുക? ഹർസുൽ ആഖിറ. അതില്ലാതിരിക്കലാണ് ഹർസുൽ ദുനിയ. ഇങ്ങനെ പറഞ്ഞെടുക്കുക. എന്താ ഹർസുൽ ദുനിയ? ഹർസുൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഉള്ളതുകൊണ്ട് പടച്ചോൻ തന്നതിൽ എന്തില്ല? തൃപ്തിയില്ല. കണ്ടവരോടൊക്കെ പറയും എന്ത് കാര്യം, എന്താ വർത്താനം? വർത്താനം ഇപ്പം പറയാക്കാറില്ല.
ഒരൊറ്റ അറബി ജീവിതത്തിൽ അങ്ങനെ പറയില്ല. ഏതെങ്കിലും ഒരു അറബി പറയോ നിങ്ങൾ ഈ ദുനിയാവിൽ എത്ര അറബികളെ കണ്ടിട്ടുണ്ട്? ഒരു അറബി പറയോ കൈപ്പല്ലാന്ന് വെച്ചാൽ കൈപ്പല്ലാൽ പറയില്ല. എന്താ പറയാ? വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തൊള്ളി കൂടി ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ട് 12 ദിവസമായിട്ടുണ്ടെങ്കിലും അറബിയോ എന്താ പറയാ? അൽഹംദുലില്ലാ, അല്ലാഹു കരീം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്ത് എന്ത് നടന്നാലും അറബികൾ ഇന്ത്യക്ക് തണ്ടാൻ വരൂല. മലയാളി എത്ര കോടിൻ്റെ മുതലാളിയായാലും അവിടെ പോയി തെണ്ടുകയും ചെയ്യും. മലയാളിക്ക് തെണ്ടലാണ് ഭാഗ്യം, അവർക്ക് തെണ്ടാതിരിക്കലാണ് ഭാഗ്യം. എന്തുകൊണ്ട്? അവരെ കയ്യിലൊരു വാക്കുണ്ട്, എന്ത്? അൽഹംദുലില്ലാ. എത്ര കച്ചവടമില്ലെങ്കിലും എന്ത് പറയും? ഇങ്ങനെ പറയുന്നത് അറബികൾ പറയുന്നത് കേട്ടവർക്ക് കൈപോക്കാം. അതേ പറയുള്ളൂ. ₹1 കച്ചവടം രാവിലെ സുബഹി നിസ്കരിച്ച ഉടനെ അറബികൾ തുറക്കും. നിങ്ങൾ അങ്ങനെ ഇരിക്കും. വൈകുന്നേരം വരെ ഇരുന്നിട്ട് ₹1 കച്ചവടം നടന്നിട്ടില്ല, ഇന്നലെയില്ല, മിനിഞ്ഞാന്നില്ല, ഒന്നുമില്ല. വൈകുന്നേരം കൂട്ടിപ്പോയി. അങ്ങനെയുള്ള കച്ചവടത്തിനെ വെച്ച് കയറി ചെന്ന് കൈഫ ശുഗൽ ബാബ എന്ന് വെച്ചാൽ എന്താ പറയാ? അൽഹംദുലില്ലാ, അല്ലാഹു കരീം, റിസ്ഖുനല്ലാഹ്. രാവിലെ പീടിക തുറന്നാൽ ഉടനെ തന്നെ ₹10,000 കച്ചവടം നടക്കും. ലക്ഷക്കണക്കിന് നോട്ടൊക്കെ എണ്ണാൻ വേണ്ടി മെഷീൻ വെച്ചിരിക്കാം. അങ്ങനത്തെ ഒരു മലയാളിന്റെ കച്ചവടത്തിൽ ചെന്നിട്ട് അവനെ അവിടെ മേശന്റെ അപ്പുറത്തിരിക്കണ മലയാളിനോട് കൈഫല്ലാൽ എന്താ നിങ്ങൾ വർത്താനം, കച്ചവടമൊക്കെ എങ്ങോട്ട് വെച്ചാൽ കച്ചവടം വിചാരിച്ച മാതിരിയൊന്നും ആയില്ല. ഞാൻ പീടിക തുറക്കുമ്പോഴത്തിന് 20,000 ഉണ്ടാവുന്ന വിചാരിച്ചിന്. ഇപ്പൊ 10,000 ഒക്കെ ഉണ്ട്. അതായത് നന്ദിയുള്ളൊരു വർത്താനം മലയാളി പറയേയില്ല. അതുകൊണ്ട് തെണ്ടിയേ തീരൂ. ആര്? മലയാളി തെണ്ടന്നെയും. കാരണം മലയാളിക്ക് നന്ദി നിറവാക്കില്ല. നന്ദില്ലെന്നെ ശുക്രില്ലാത്തവൻ എന്ത് ദീന? എന്താ ദീനിന്റെ പേര്? ദീനിനൊരു പേരുണ്ട്. എന്താ ദീനിന്റെ പേര്? ഇസ്ലാമിന് രണ്ടാമത്തെ ഒരു പേരുണ്ട്. കുഞ്ഞിപ്പ, കുഞ്ഞാപ്പു എന്നൊക്കെ പറയും പോലെ ഇസ്ലാമിൻ്റെ ഒരു ഓമന പേര് പറഞ്ഞ പറയില്ലെങ്കിൽ ഞാൻ പറയും. അങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ അവന് മാൻ ഓഫ് ദി പ്രോഗ്രാമായി പ്രഖ്യാപിക്കും. അവന് വേണ്ടി ദുആ ചെയ്യും. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പേരുണ്ട്. കുഞ്ഞിപ്പ, കുഞ്ഞാപ്പ, കുഞ്ഞിപ്പു, ഇങ്ങനെയൊക്കെ പേരുണ്ടല്ലോ. ഇസ്ലാമിൻ്റെ ഒരു ഓമന പേര് പറഞ്ഞ ഇസ്ലാമിൻ്റെ പേര് സബീലു ശുക്ർ. ആയത്തിലുണ്ട്. ഇസ്ലാമിൻ്റെ കുഞ്ഞാപ്പു എന്നുള്ള പേര് ഖുർആനിലുണ്ട്. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا. സബീൽ, നാം നിങ്ങൾക്കൊരു സബീലിനെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇമ്മാ ഷാക്കിറൻ, ഒന്നിരിക്കൽ അത് സബീലു ഷുക്റാണ്. ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ അത് സബീലുൽ കുഫറാണ്. അപ്പോൾ സബീലുൽ കുഫറിനെതിരായതാണ് സബീലുൽ ശുക്ർ. അപ്പോൾ ഇസ്ലാമിൻ്റെ പേരാണ് എന്ത്? സബീലുൽ ശുക്ർ, നന്ദിയുടെ മാർഗം. ഇസ്ലാമിൻ്റെ കുഞ്ഞാപ്പു എന്നുള്ള പേരാണ് എന്ത്? സബീലുൽ ശുക്ർ. അപ്പോൾ മുസ്ലിമിന് എന്താ ഉണ്ടാവേണ്ടത്? ശുക്ർ, നന്ദി, ഫുൾ ടൈം. ആരോട്? അല്ലാഹ്. പിന്നെ ജനങ്ങളോടും ബാപ്പാനോടും മനോടും എല്ലാവരോടും. ആരൊക്കെ ഒന്ന് കൈ പൊന്നിച്ചിട്ടുണ്ടോ അവരോടൊക്കെ മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ല. എഴുതിച്ചാളി. ഇബ്നു ഉമർ ഖാൽ, ഇബ്നു മാജയിലുണ്ട് ഹദീസ്, മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ല. ജനങ്ങളോട് നന്ദിയില്ലാത്തവർക്ക് അല്ലാഹുവോടും നന്ദി ഉണ്ടാവുകയില്ല. ഇബ്നു ഉമർ ഖാൽ, ഇബ്നു മാജയിലുണ്ട് ഈ ഹദീസ്. മൗഖൂഫായ ഹദീസാണ്. മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ല. മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ല. ഇബ്നു ഉമർ ഖാൽ, ഇബ്നു മാജയിലുണ്ട്. മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ല. ജനങ്ങളോട് നന്ദി ഇല്ലാത്തവർക്ക് അല്ലാഹുവോടും നന്ദി ഉണ്ടാവില്ല. ജനങ്ങളിൽ ഒന്നാമത്തെ ബാപ്പനോട് നന്ദിയില്ലേ? ഇതൊന്നും ദീനില്ല. എത്ര താടിനായിട്ടും കാര്യമില്ല. ഉമ്മാനോട് നന്ദിയില്ലേ? ദീനില്ല. ഉസ്താദിനോട് നന്ദിയില്ലേ? ദീനില്ല.
മനസ്സിലായില്ലേ? എന്തിനോട് നമ്മളെ മേലെ ഒരു കൈ ഇങ്ങനെ പൊന്തിച്ച് അതിനോട് നന്ദിയാണ്. അൽ-യദുൽ ഉലിയ ഖൈറും മിൻ യദിസ് സുഫ്ല. താഴെയുള്ള കൈനേക്കാൾ എപ്പോഴും യോഗ്യം മേലെയുള്ള കൈയാണ്. ഹദീസ് എഴുതി ചൊല്ലി, ആ ഹദീസ് എഴുതി. അൽ-യദുൽ ഉലിയ ഖൈറും മിൻ യദിസ് സുഫ്ല. താഴെയുള്ള കൈനേക്കാൾ എപ്പോഴും യോഗ്യം മേലെയുള്ള. അപ്പോൾ മേലെയുള്ള കൈയിനോട് നന്ദി കാണിക്കണം. ആര്? താഴെയുള്ള കൈ. നമ്മൾ ഒരാൾ ഒരു ഉറുപ്പ്യ നിൽക്കണമെങ്കിൽ നന്ദി കാണിക്കണം. ഒരു നേരത്തെ ഉരുളാൻ നിൽക്കണമെങ്കിൽ നന്ദി കാണിക്കണം. ഒരു ദീൻ പറഞ്ഞ് നിൽക്കണമെങ്കിൽ നന്ദി കാണിക്കണം. ഒരു വഴി കാണിച്ചാൽ നന്ദി കാണിക്കണം. ഏറ്റവും നന്ദി കാണിക്കേണ്ടത് ഉമ്മാനോട്, പിന്നെ വാപ്പാനോട്, ഉസ്താദിനോട്. അപ്പോൾ രണ്ട് ഒരു മൗഖൂഫ് ഹദീസും പറഞ്ഞു, മർഫൂ ഹദീസും പറഞ്ഞു. മൗഖൂഫ് ഹദീസാണ് അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാൽ മൻ ലം യശ്കുരിൻ നാസ ലം യശ്കുരില്ലാഹ്. ഇബ്നു മാജയിലുണ്ട് അത്. പിന്നെ ഒരു ഹദീസ് പറഞ്ഞു അൽ-യദുൽ ഉലിയ അൽ-യദുൽ ഉലിയ ഖൈറും മിൻ യദിസ് സുഫ്ല. താഴെയുള്ള കൈനേക്കാൾ ഏറ്റവും യോഗ്യം മേലെയുള്ള കൈയാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി പറഞ്ഞു, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നബി സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹു തഫ്സീറിനെ വേണമെങ്കിൽ എഴുതട്ടോ. വ്യാഖ്യാനം നീ പറഞ്ഞത് കേട്ടോളൂ. ഈ ഭാഗത്തിൻ്റെ രണ്ടാമത്തെ വ്യാഖ്യാനം ഒന്ന് ശ്രദ്ധിക്കണേ, കുട്ടികൾ ശ്രദ്ധിക്കണേ. എന്നിട്ട് അവർ വിശദീകരിക്കുകയാണ്. കുട്ടികളെ നോക്കി ശ്രദ്ധിക്കണം കേട്ടോ. സഹൽ തങ്ങൾ പറയാണ് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം. മൻ അമില ലില്ലാഹി ഈജാബൻ. ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലനെ സ്വീകരിക്കുക, ഓനെ റബ്ബിനെ ഓന് കിട്ടുക എന്ന നിലക്ക് അമല് ചെയ്താൽ ലാ ത്വലബൻ ലിൽ ജസായി, കൂലി കിട്ടാൻ വേണ്ടി പോലും അല്ല, അവൻ്റെ ലക്ഷ്യത്തിൽ എന്തുപോലും ഇല്ല, കൂലി തന്നെയല്ല, കാരണം നന്ദിയേ ഉള്ളൂ. ഇഞ്ഞത് കൂലിയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരു മുതലാളി ഒരാളെ മകളെ കെട്ടിച്ചു കൊടുത്തു, അതിൻ്റെ പൈസയൊക്കെ കൊടുത്തു. പിറ്റേന്നും പണിക്കാർ വന്നു. ഇവനും ഉണ്ട്. പണിക്കാരെല്ലാവരും പാടത്ത് പണിയെടുത്തു, അല്ലെങ്കിൽ തൊടുവിൽ പണിയെടുത്തു. പണിയെടുത്തിട്ട് 10 ആളെ പണിയെടുത്ത്, അതിൽ ഇവനുണ്ട് 9 ആളുണ്ട്. ഈ 9 ആളും വൈകുന്നേരമായ കൈക്കോട്ടും കൊണ്ട് അയാളെ മുറ്റത്ത് പോകും. ഇവൻ ആരും കാണാതെ മെല്ലട് പോകും. എന്തുകൊണ്ട്? ഇവന് കൂലിക്ക് ചെല്ലാനുള്ള അർഹത ഇല്ല. ലക്ഷക്കണക്കിന് ഉറുപ്പ്യൊക്കെ കൊടുക്കാണ്ട്. അപ്പോൾ റബ്ബിൻ്റെ അടുത്ത് കൂലി വാങ്ങാൻ നമുക്ക് എന്തർഹതയുള്ളത്? നമ്മൾ മെല്ലെ അങ്ങോട്ട് കഴിച്ചിലാകുക എന്നല്ലാതെ. അങ്ങനെ സങ്കല്പിച്ച് നോക്കി. നമ്മളിപ്പോൾ ഒരു CITU നിസ്കാരം നിസ്കരിക്കണേ, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും നമ്മളാണ് നിസ്കരിക്കും, പടച്ചോണ്ട് കൂലി തരും. ഇല്ലെങ്കിൽ ബൂർഷ പഠിച്ചോൻ, തൊഴിലാളികൾക്ക് കൂലി കൊടുത്തില്ലെങ്കിൽ ബൂർഷ പഠിച്ചോൻ. എന്താണത്? എടാ, ഈ മൂക്കിലൂടെ കയറി വരുന്ന ഈ ശ്വാസമല്ലോ, ഈ ശ്വാസത്തിൻ്റെ ഒരു ശ്വാസത്തിന് വേണ്ടി കെഞ്ചും ഒരു ഘട്ടത്തിൽ. ഈ ലോകമൊക്കെ തരാറിയും, മനസ്സിലായില്ലേ? ഒക്കെ തരാന്നറിയും. അപ്പം ഇതിന് വില എത്രയാ? ഹാറൂൺ റഷീദിനോട് ഒരിക്കലൊരു ഭിക്ഷക്കാരൻ ചോദിച്ചു, പിന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊടുത്തു. അപ്പോൾ ചോദിച്ചു, വെള്ളത്തിന് വില എത്ര? ചോദിച്ചു. എൻ്റെ നാട്ടിൽ വെള്ളത്തിന് വില എല്ലാറും. അപ്പോൾ ഭിക്ഷക്കാരൻ ചോദിച്ചു, നാട്ടിൽ വെള്ളമില്ലെങ്കിൽ? ചോദിച്ചു. ഞാൻ വെള്ളം എടുത്തുനിന്ന് ഉണ്ടാക്കുന്നതാണ്. കിട്ടിയില്ലെങ്കിൽ? ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ നാട് വിറ്റിട്ടെങ്കിലും വെള്ളം വാങ്ങുന്നതാണ്. ഓ, അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് വില നിങ്ങളെ നാടിൻ്റെ വില. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. ആദ്യം രാജാവ് പറഞ്ഞു, ഭിക്ഷക്കാരൻ ചോദിച്ചു, ഈ ഗ്ലാസ് വെള്ളത്തിന് വില എത്രയാണ്? അപ്പോൾ പറഞ്ഞു, എൻ്റെ നാട്ടിൽ വെള്ളത്തിന് വില എല്ലാറും. വെള്ളം കിട്ടിയില്ല? ചോദിച്ചു. കിട്ടിയെടുത്ത് വാങ്ങുന്നറും. എവിടെയും കിട്ടാല്ലെങ്കിൽ കിട്ടിയെടുത്ത് വാങ്ങും. അപ്പോൾ പിന്നെ പറഞ്ഞു, എന്ത്? ഞാൻ എവിടെ പോയിട്ടും എൻ്റെ നാട്, എൻ്റെ രാജ്യം പകരം കൊടുത്തിട്ടും ഞാൻ വെള്ളം വാങ്ങുന്നറും. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വില നിങ്ങളുടെ രാജ്യത്തിൻ്റെ വിലയാണ്. ഒരു ഗ്ലാസ് വെള്ളം പടക്കാൻ കഴിയുന്ന ഒരാളാരാ? മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പം നമുക്ക് നന്ദിയുള്ളൂ, വാങ്ങാനൊന്നുമില്ല. ഇപ്പം ഇന്ന് രാവിലെ വെള്ളം കുടിച്ചില്ലേ? ഒരു ചായ ഇവിടുന്ന് കുടിച്ചല്ലോ ഇല്ലേ? ചായ കുടിച്ചല്ലേ? അതെ. ഈ ചായ അപ്പം നമ്മൾ പീടിയിൽ നിന്ന് ചായ കുടിക്കുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം?
ഒരു ഗ്ലാസ് ചായ കടിൻ്റെ പൈസ കൂട്ടണ, കടി ഫ്രീ, ചായൻ്റെ പൈസ പറയും. ചായ ഒരു ഗ്ലാസ് ചായൻ്റെ വില എത്ര? 12 റുപ്യാണോ ചായൻ്റെ വില? ആയിക്കോട്ടെ, ചായൻ്റെ നിങ്ങൾ ഈ പൊട്ടത്തിരഞ്ഞ് മേലാൽ പറയരുത്. ചായൻ്റെ വില 12 റുപ്യ അല്ല. എക്കണോമിക്കൽ സിസ്റ്റം അനുസരിച്ച് ഒരു വസ്തുവിൻ്റെ വില ആ വസ്തുവിൻ്റെ മനുഷ്യാധ്വാന വില മാത്രമാണ്. കണ്ടൻറ്റിൻ്റെ വില നിശ്ചയിക്കാൻ കഴിയില്ല. തിരിഞ്ഞില്ല. ഒരു ചായൻ്റെ വില നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. ചായയിൽ അടങ്ങിയ മനുഷ്യാധ്വാനത്തിൻ്റെ വിലയാണ് എന്ത്? 12 റുപ്യ. ഒരു ഗ്ലാസ് വെള്ളയിലുണ്ട്, അതിൻ്റെ വില നിശ്ചയിക്കാൻ കഴിയില്ല. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. പിന്നെ ചായപ്പൊടി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ചായ ചെടി കുഴിച്ചിട്ടപ്പോൾ ഉണ്ടായ മനുഷ്യാധ്വാനവും അതിന് വളട്ടപ്പോൾ വന്ന മനുഷ്യാധ്വാനവും അത് ഇല നുള്ളിയപ്പോഴുള്ള മനുഷ്യാധ്വാനവും അത് മെഷീനിലിട്ട് റാട്ടയിലിട്ടിട്ട് പൊടിയാക്കിയപ്പോഴുള്ള മനുഷ്യാധ്വാനവും അത് ഫീൽഡിൽ നിന്ന് ഹോൾസെയിൽ മാർക്കറ്റിലെത്തിയ മനുഷ്യാധ്വാനവും ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് റീറ്റെയിൽ മാർക്കറ്റിലേക്ക് വന്ന മനുഷ്യാധ്വാനവും അവിടുന്ന് മുഹമ്മദ് ആക്കാൻ്റെ പീടിക്ക് വന്ന മനുഷ്യാധ്വാനവും. മനസ്സിലായില്ലേ? പിന്നെ മുഹമ്മദ് ആക്ക എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മൂപ്പര് വെള്ളം മുക്കിയപ്പോൾ ഉണ്ടായ വെള്ളത്തിന് വിലയല്ല. വെള്ളത്തിന് വില കൊടുക്കാൻ കഴിയൂല. വെള്ളത്തിന് 100 കോടി കൊടുത്താലും മതിയാവില്ല. ഒരു ചായക്ക് 12 റുപ്യാണ് വില എന്ന് ഞാൻ മേലാൽ പറഞ്ഞു പോയത്. ഒരു ചായക്ക് കോടാനക്കൂടിയ വില. ഒരു ചായയിൽ അടങ്ങിയ മനുഷ്യാധ്വാനത്തിൻ്റെ വില മാത്രമാണ് അതിൻ്റെ വില. അല്ലാത്ത വില കൊടുക്കാൻ കഴിയൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്തിനും മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ചില കണ്ടൻസ് ഉണ്ട്. അത് ഡിവൈൻ കണ്ടൻസാണ്, ദൈവികമായ സാധന. അതിന് വില നിശ്ചയിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. മറ്റൊക്കെ ഡിവൈൻ കണ്ടൻസ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ദൈവികമായ കണ്ടന്റുകളാണ്. അതിന് വില നിശ്ചയിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയാകത്ത. ഒരു തുള്ളി വെള്ളത്തിന് കഴിയില്ല. അപ്പം ചായൻ്റെ വില കൊടുത്തിട്ട് തന്നെ അല്ല. ചായൻ്റെ വില എന്താ? हर चीज का कीमत कितना है, क्या है और कितना है? हर चीज है भी, ये भी, हर चीज. ഏത് ചീസിന്റെ कीमत എത്രയാണ്? ലാ ഇലാഹ, ഹദീസ് എഴുതിച്ചോ മറക്കല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു സമനുൽ ജന്ന വൽഹംദുലില്ലാഹി സമനു കുല്ലി നിഅമ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ മറക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹു സമനുൽ ജന്ന വൽഹംദുലില്ലാഹി സമനു കുല്ലി നിഅമ. സ്വർഗ്ഗത്തിന്റെ വില ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഏത് വസ്തുവിൻ്റെയും വില അൽഹംദുലില്ലാഹയാണ്. എന്തിൻ്റെ വിലയും അൽഹംദുലില്ലാഹ്. മറ്റേ മനുഷ്യാധ്വാനത്തിന്റെ വില അതാണ് മുഹമ്മദൂന് കൊടുത്തത്. അള്ളാന്റെ വില എന്താണ്? ഹൃദയം തുറന്നാണ് പറയാ. എന്ത്? അൽഹംദുലില്ലാഹ് പഠിച്ചോനെ അല്ലാഹ്. അങ്ങനെ പറയുന്ന വല്യന്മാരുണ്ടായിരുന്നു പണ്ട്. കഞ്ഞിയാണ് കുടിച്ചാൽ, കാരണം മര്യാദക്ക് കഞ്ഞി ഇട്ടൂല എന്നാ വിചാരിച്ചിരുന്നു. അങ്ങനെ മകൻ പണിക്കുമായിട്ട് എത്തിയിട്ടില്ല, ഇവിടെ 1 മണി അരിയില്ല. അപ്പോഴാണ് എന്തോ അൽഹംദുലില്ലാഹ് അന്ന് ഉച്ചക്ക് കഞ്ഞി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോൾ അവൻ ആരോ കയ്യിൽ സാധനം വാങ്ങി കൊടുത്തയച്ചു. ആ കഞ്ഞിണ്ടാക്കി കുട്ടിയെ കൊടുത്ത് ഉമ്മയും കുടിച്ചതിന് ശേഷം ആ ഉമ്മ പറയണ എന്തുണ്ട്? അൽഹംദുലില്ലാഹ് റബ്ബേ. അവിടെ അൽഹംദുലില്ലാഹ് നിർത്തൂല. റബ്ബേ നിന്റെ തൗഫീഖ് കൊണ്ട് കിട്ടിയതാണ് അല്ലാഹ്. ആ അൽഹംദുലില്ലാഹ് ഇപ്പം നമുക്ക് പോയി. ഇപ്പം നമുക്ക് ഇറച്ചിക്കോയി പോലത്തെ ഒരു അൽഹംദുലില്ലാഹ്. മനസ്സിലായില്ല? ഒരു എന്ത് അൽഹംദുലില്ലാഹ്. ഇപ്പം ഇറച്ചിക്കോയും നാടൻ കോയും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അതാണ് പണ്ടത്തെ അൽഹംദുലില്ലാഹയും പുറത്തു പറയണ്ട ഇപ്പോഴത്തെ അൽഹംദുലില്ലാഹയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം ഇറച്ചിക്കോയി പോലത്തെ അൽഹംദുലില്ലാഹ് നമ്മൾ ഗൾഫിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. ഇവിടുത്തെ ഒരു ബന്ധമില്ല. പണ്ട് അൽഹംദുലില്ലാഹ് എന്നല്ല അല്ലാഹ് പഠിച്ചവനെ. എൻ്റെ നാട്ടിലൊരു സാധുവായ സ്ത്രീ ഉണ്ടായിരുന്നു. ഭർത്താവ് കോപ്പിലേക്ക് പണിക്കോ. എന്നിട്ട് വൈകുന്നേരമായാൽ എന്ത് ചെയ്യും? അരി കൊണ്ട് നോക്കുക. ഇടക്കിടക്ക് ആഴ്ച അവസാനിക്കുമ്പോഴാണ് ഇറങ്ങി വരിക, അരി വാങ്ങി വരിക. പിന്നെ കോപ്പിലായിരിക്കും. ഈ ആഴ്ച അവസാനിക്കുന്ന ദിവസം ആകുമ്പോഴത്തേന് അരിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് വൈകുന്നേരം തന്നെ ഇതെന്ത് ചെയ്യും? അടുപ്പിൽ തണ്ണിയും ചൂടാക്കിയിട്ട് അങ്ങനെ കാത്തുത്തിരിക്കും. എന്നിട്ട് ദ്വാർക്കും പഠിച്ചോനെ അതിനൊന്നും പറ്റാതെ എത്തണേ. കാരണം വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് ആനക്കാട്ടിലൂടെ വന്നിട്ട് വഴിക്കടവുന്ന അരിയും സാമാനം വാങ്ങിയിട്ട് നടന്നു വരണം.
എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായാലും അപ്പം എപ്പോഴും തയ്യാർക്കും പഠിച്ചവനെ അതിനൊന്നും പറ്റരുത്, അതിനൊന്നും പറ്റരുത്. അത് ആ വാപ്പാണ്ട് വന്ന് കയറി ഈ അപ്പോഴത്തേന് കുട്ടികളൊക്കെ ഉറങ്ങും. അങ്ങനെയാണ് ഏകദേശ വീടുകളൊക്കെ പഴയ കാലത്ത്. മനസ്സിലായോ പറഞ്ഞത്? ആ കഞ്ഞട് കുടിക്കുന്നിട്ട് കുട്ടികളൊക്കെ എണീറ്റ് ആ കഞ്ഞി കൊടുക്കുമ്പോൾ അവർ പറയണവർ അൽഹംദുലില്ലാ ഉണ്ട്. കാരണം ഈ കഞ്ഞി കുടിക്കാനുള്ളൊരു സാധ്യതയും ഇല്ല കിട്ടി. മനസ്സിലായോ പറഞ്ഞത്? അതിന് വില നിശ്ചയിക്കാനോട്ട് കഴിയില്ല. എഴുതിയ ചൊല്ലി ഹദീസ് എഴുതിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു സമനുൽ ജന്ന വൽഹംദുലില്ലാഹി സമനു കുല്ലി നിഅമ. പറയും, എല്ലാവരും പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹു സമനുൽ ജന്ന വൽഹംദുലില്ലാഹി സമനു കുല്ലി നിഅമ. ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് നിരീശ്വരവാദിയായത്. പടച്ചോനറിയില്ല, പടച്ചോനറിയടാ. പടച്ചോനെ പറയേണ്ടത്, പടച്ചോനെ കാണേണ്ടത് ഈ ചീസുകളിലൂടെ, ഈ സാധനങ്ങളിലൂടെ പടച്ചോനെ കാണണം. സുഭിക്ഷത ഉണ്ടായാൽ നിങ്ങൾക്ക് ദാരിദ്ര്യം, ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിന് എനിക്ക് പേടിയില്ല. ആരാത് പറയണത്? കരുണാമയനായ മുത്തറസൂൽ. നിങ്ങൾക്ക് നമ്മൾ പട്ടിണി അടക്കണ എനിക്ക് പേടിയില്ല. എന്തേ പട്ടിണി നടന്ന നിങ്ങൾക്ക് ഒന്നും പറ്റൂല. നിങ്ങൾക്ക് ദുനിയാവ് തുറന്നു കിട്ടുന്നത് എനിക്ക് പേടിയാ. അത് നിങ്ങൾ നശിപ്പിക്കും, അത് നിങ്ങൾ നശിപ്പിക്കും. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നത് എനിക്ക് പേടിയില്ല. ആരത് പറയണത്? ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് നന്മ കിട്ടാൻ വലിയ ആർത്തിയാണ്. ആയത്ത് നിങ്ങൾ ക്ലേശിക്കണ റസൂലൊക്കെ സഹിക്കാൻ കഴിയില്ല. ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് നന്മ കിട്ടാൻ നബിക്ക് വലിയ ആർത്തിയാ. ഹരീസ് ആർത്തിയ അലൈക്കും, നിങ്ങൾക്ക് നേട്ടം കിട്ടാൻ നബിക്ക് വലിയ ആർത്തിയ. ആ നബിയാണ് എന്ത് പറയണത്? നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നത് എനിക്ക് പേടില്ല, നിങ്ങൾ പട്ടിണി കിടന്നോളി, എനിക്ക് പേടില്ല, നിങ്ങളെ ഈമാൻ നശിക്കൂല. നിങ്ങൾ 3 നേരം പള്ളർച്ച് തിന്നണത് എനിക്ക് പേടിയാ. പിന്നെ നിങ്ങൾ സ്വർഗത്തിലെത്തൂല, പിന്നെ പഠിച്ചോണ്ടാവൂല. അതാ നമുക്ക് പറ്റിയത്. എങ്ങനെ നമ്മുടെ നാട്ടിൽ ലിബറൽസ് ഉണ്ടായത്? പറയടാ, എങ്ങനെയാ ലിബറൽസ് ഉണ്ടായത്? 3 നേരം പള്ള നിറച്ച് തിന്നപ്പോ ആരും മറന്നു? അല്ലാഹ്. അല്ലാതെ അല്ലല്ലാന്നറിയണ ഏത് നിരീശ്വരവാദിയുടെ അവിടെ ഉള്ളത്? ആരടാ? ഏത് നിരീശ്വരവാദിയും? ഒരു നിരീശ്വരവാദി എന്തിനാ നിരീശ്വരവാദി ആയതെന്ന് ഈ കഴിഞ്ഞ കാലം വരെയുള്ള എല്ലാ പ്രസംഗം എടുത്ത് പരിശോധിച്ചാൽ എന്താ പറയാ? മദ്രസയിലെ മോനെ തോന്നിയാസം കാട്ടി. അതിന് അല്ലല്ലാതെ എങ്ങനെ പറയണ്? എന്താ നിരീശ്വരവാദികൾ പറയാറുള്ളത്? പള്ളി കമ്മിറ്റി മോശമാണ്, മദ്രസ കമ്മിറ്റി മോശമാണ്, മോലിയാർ മദ്രസയിൽ ചെന്നപ്പോ തോന്നിയാസം കാട്ടി. ഇതല്ലേ പ്രസംഗം? ഇതല്ലേ ആരുടെ പ്രസംഗം? അല്ലെങ്കിൽ എന്താ പറയാ? നബി ആയിഷ ബീവിനെ കിട്ടി, നബി ആയിഷ ബീവിനെ കെട്ടിയതുകൊണ്ട് അല്ലല്ലേ അറിയോ? അന്തല്ലാത്തോനെ ഓൻ അന്തല്ല എന്നല്ല, അന്തല്ല നാട്ടുകൂടി ബസ്സിന് വരെ പോയിട്ടില്ല. ഒരു അന്തമല്ല. നിരീശ്വരവാദികൾ പറഞ്ഞതിന് ഒരു അന്തമല്ല. ഓന്റെ വാദവും തെളിവും തമ്മിൽ ഒരു ബന്ധമില്ല. മുമ്പൊരാൾ പറഞ്ഞു വീഡിയോ വെക്കാൻ പാടില്ല, ഖുർആനിലുണ്ട്. അപ്പൊ മറ്റം ചോദിച്ചു അന്ന് ആയത്തോട്. അപ്പൊ പറഞ്ഞു ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മറ്റൊന്നും അർത്ഥം അറിയില്ല. അപ്പൊ എന്റെ എന്നാ വേണ്ട, അല്ലാഹ് അറിയുന്ന നിരീശ്വരവാദി ഇവിടെ ഇല്ല. പിന്നെ എന്താ അവന്റെ പ്രശ്നം? 3 നേരം ചവിട്ടി കുത്തി തിന്നപ്പോ ആരെ മറന്നു? അല്ലാഹ്. മുത്തുനബി പറഞ്ഞത് നിങ്ങൾക്ക് ഗുണം ലഭിക്കാൻ അത്യാർത്ഥിയുള്ളവനാണെന്ന് ഖുർആൻ പറഞ്ഞ ആളാണ് ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ നബി പറയാണ് നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിനെ എനിക്ക് പേടിയില്ല. മാ അഖ്ശാ അലൈക്കുമുൽ ഫഖറ വലാകിന്നി അഖ്ശാ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ ഫതുഹ്ലികകും. അത് നിങ്ങൾ നശിപ്പിക്കും. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എന്ത് കിട്ടൂല? അങ്ങനെ ഒരു ഇറച്ചിക്കോയി തരാൻ അൽഹംദുലില്ലാ കിട്ടും. ഇവിടുന്ന് കിട്ടൂല. നമ്മളമ്മമാർക്ക് അതായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളെ വല്യമാർക്കും ഉമ്മാർക്കും എന്തുണ്ടായിരുന്നു? പഠിച്ചോനെ അടുത്ത നേരത്തെ ഞാൻ എവിടുന്ന കിട്ടുക? ആ മനുഷ്യനെത്തുമോ? അപ്പോൾ സാമാനം കൊണ്ട് വാപ്പാണ് വന്നാൽ അപ്പം ആ സാധനം കൊണ്ടുവരുന്നത് കാണുമ്പോൾ ഒരു അൽഹംദുലില്ലാ പറയും.
സാധനം ഇന്നത്തിൻ്റെ 10% പോലും ഉണ്ടാവില്ല. എന്നിട്ടും അൽഹംദുലില്ലാ പറയും. ഇന്ന് നിങ്ങൾ വരി കൊണ്ടാൽ അവിടെ സാധനങ്ങൾ കാറിന്ന് എടുത്തിട്ട് സിറ്റ് ഔട്ടിൽ ഇറക്കി വെച്ചാൽ നിങ്ങൾ കുളിച്ച് വന്നിട്ട് കുപ്പായം മാറ്റി നിസ്കാരം കഴിഞ്ഞാലും അത് അവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല. എൻ്റെ അനുഭവം. എൻ്റെ പേരക്കാരൊക്കെ മോശമെന്നല്ല, നല്ലൊരു അല്ല മോശപ്പെട്ടവരും അല്ല. ഇന്നത്തെ രീതി അങ്ങനെയാണ്. പിന്നെ നമ്മൾ തന്നെ കൊണ്ട് എടുത്തേക്കണം, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടണം. മണിക്കൂർ ഒന്നായിട്ട് എന്താ സാധനം എടുത്തേക്കാത്ത എന്തുകൊണ്ട്? ഒരിക്കത് പുത്തിരിയല്ല. എൻ്റെ അമ്മക്ക് അങ്ങനെയല്ല, എൻ്റെ വല്യമ്മക്ക് അങ്ങനെയല്ല, നിങ്ങളമ്മമാർക്ക് അങ്ങനെയല്ല. എന്തുകൊണ്ട്? കിട്ടാനില്ല. അത് കാണുമ്പോൾ അൽഹംദുലില്ലാ. കുട്ടികളെ ഓടിക്കും ബാപ്പ ഏറ്റിക്കൊണ്ടിരുന്നുണ്ട്, എന്തോ പയ്യടാ അല്ലേ? സത്യല്ലേ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ മിൻ സ്വമീമി ഖൽബിഹി. അത് വിടുന്ന അത് അള്ളാന്റെ അർശ് തുറക്കും. അൽഹംദുലില്ലാഹ്. മനസ്സിലായോ? ചിന്തിക്ക്. പ്രശ്നം നമ്മ സമ്പത്ത് അധികരിച്ചതാണ്. അപ്പൊ അള്ളാനും മറന്നോയി. മനസ്സിലായില്ലേ? ചിന്തിക്കാം. വിഷയത്തിലേക്ക് തിരിച്ചു പോവാം. അള്ളാഹുവിന് കൂലി കൊടുക്കാൻ നമുക്ക് കഴിയൂല. ഇന്നിപ്പോൾ 278 ക്ലാസ്. എന്താ എനിക്ക് പറയാനുള്ളത്? അൽഹംദുലില്ലാ 278 വട്ടവും എന്നെപ്പറ്റി പറയാൻ എനിക്ക് അവസരം തന്നു. എൻ്റെ വലുപ്പത്തിനല്ല, റബ്ബിൻ്റെ വലുപ്പത്തിന. അടുത്ത ആഴ്ച വേറൊരാളെ അവിടെ ഇരുത്താൻ റബ്ബിന് കഴിയും. റബ്ബിന് കഴിയും. അബൂജഹൽ ഉറക്കെ പറയണ. അബൂജഹൽ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ എന്ത് അങ്ങനെയായത്? അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു. ഇക്രിമ ആരുടെ മകൻ? അബൂജഹലിന്റെ മകൻ. യാ അല്ലാഹ്, യാ അല്ലാഹ്, ഓളോടുത്തല്ല തൊടാൻ പാടില്ല. ആരെ മകനെ? അബൂജഹലിന്റെ മകന്. ഒരിക്കലൊരു സദസ്സിലേക്ക് ഇക്രിമ റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോൾ ആരോ പറഞ്ഞു പോയി, ജാ വലതു ഫിറഔൻ, ഫിറഔന്റെ മകനും എത്തിയല്ലോ. അപ്പോഴാണ് സൂറത്തുൽ ഹുജറാത്തിലെ ഗീബത്തിന്റെ ആയത്ത് ഇറങ്ങിയത്. വലാ യഗ്തബ് ബഅ്ളുക്കും ബഅ്ള. എത്രാമത്തെ ആയത്താ നോക്കാം? വലാ യഗ്തബ് ബഅ്ളുക്കും ബഅ്ള എന്നുള്ള ആയത്തില്ലേ മോനെ? ഹുജറാത്ത് എന്നെടുത്ത് നോക്കി, പെട്ടെന്ന് എടുക്കുക. ആയത്ത പറഞ്ഞതാ. മനസ്സിലായില്ല? ഈ ഉമ്മത്തിന്റെ ഫിറഔൻ ആരാ? അബൂജഹലിന്. അബൂജഹലിന്റെ നേരെ മകനാണ്. മനസ്സിലായില്ലേ? അബൂജഹലിന്റെ മകനാണ് ആര്? ഇക്രിമ. ഇക്രിമയുടെ സദസ്സിലേക്ക് കയറി വന്നപ്പോൾ ആരോ പറഞ്ഞു പോയി. എന്ത് പറഞ്ഞു? ജാ വലതു ഫിറഔൻ, ഫിറഔന്റെ മകൻ വന്നല്ലോ. 12 13ാമത്തെ ആയത്ത് മനുഷ്യാവകാശ ആയത്താണ് അല്ലേ? യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും. അതിൻ്റെ തൊട്ടും പണിയായത് ഇക്രിമയെ പറ്റി മോശം പറഞ്ഞപ്പോൾ അതിന് മറുപടിയും പറഞ്ഞു. മനുഷ്യാവകാശത്തിൻ്റെ ആയത്ത് ഇറക്കി. മനസ്സിലായില്ല? ഇസ്ലാമിലെ മനുഷ്യാവകാശത്തിൻ്റെ ആയത്താണ് എന്ത്? ഖുർആനിലെ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബൻ വ ഖബായില. വർണ്ണവർഗ വ്യത്യാസങ്ങൾ കൊണ്ട് മനുഷ്യരെ വേറിട്ട് കാണാൻ പാടില്ല. അതിന് തൊട്ട് മുമ്പുള്ള ആയത്ത് ആരെ പറ്റിയാ? വലാ യഗ്തബ് ബഅ്ളുക്കും ബഅ്ള. നിങ്ങൾ തമ്മിൽ ഗീബത്ത് പറയരുത്. അയ്യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി. ഒരാളുടെ പച്ചിറച്ചി തിന്നണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പച്ച ഇറച്ചി തിന്ന ഒരാളെ പച്ച ഇറച്ചി തിന്നാലാണോ നിങ്ങളെ ലക്ഷ്യം? പച്ചിറച്ചി തിന്നാൻ പറഞ്ഞു. ആരെ പറ്റി പറഞ്ഞപ്പോ? ഇക്രിമ. ആരുടെ മകൻ? അബൂജഹൽ. ആ കഴിഞ്ഞ റബ്ബിനെ നാളെ വരെ ട്രംപിനെ എത്തിക്കൂടെ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുവിനെ ഇവിടെ എത്തിക്കൂടെ? പറയുടെ കുട്ടി എത്തിക്കൂടെ? അള്ളാഹുവിന്റെ പേരാണ് മുഖല്ലിബുൽ ഖുലൂബ്. യാ മുഖല്ലിബൽ ഖുലൂബ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇത് ദുആ ചെയ്തില്ലേ മുസ്തഫ റസൂലുള്ളാഹ്? സുജൂദിൽ പോലും ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയത്തിനെ നിന്നിൽ ഉറപ്പിച്ചു തരണം. വലിപ്പത്തരത്തിലേക്ക് പോകണ്ട. അപ്പം എന്ത് ചെയ്യുക? വിഷയത്തിലേക്ക് തിരിച്ചു വരി. ആഖിറത്തിന് വേണ്ടിയുള്ള കൃഷി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലോ നോമ്പൊൽക്കലോ അല്ല. അതൊക്കെ ചെറിയ ഇടക്കൃഷിയാണ്. ഏറ്റവും വലിയ കൃഷി അൽ ഖനാഅത്തു ഫി ദുനിയ. ദുനിയാവിൽ അള്ളാഹു എന്ത് തന്നാലും തൃപ്തിപ്പെടുക. അതിൻ്റെ അർത്ഥം പണിക്കോകരുത് എന്നല്ല. പണിക്ക് പോകണം, കച്ചവടത്തിനൊക്കെ. എന്നാലും അള്ളാഹ് വിധിച്ച് തൃപ്തിപ്പെടണം. നമ്മൾ അധ്വാനിച്ചുകൊണ്ട് പൈസ കിട്ടൂല, നമ്മൾ അധ്വാനിച്ചുകൊണ്ട് കഷ്ടപ്പാട് മാറൂല. അതാര് വിധിക്കണം? അല്ലാഹ്. അതേസമയത്ത് നമ്മൾ അധ്വാനിക്കണം. അധ്വാനിച്ചുകൊണ്ട് കിട്ടൂല.
അധ്വാനിച്ചുകൊണ്ട് കിട്ടൂല, തഖ്ദീർ വേണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അപ്പോൾ ആയത്തൊന്നും കൂടി ഓതി ലത്തീഫിൻ്റെ അർത്ഥം അടുത്ത ആഴ്ച വീണ്ടും വിശദീകരിക്കും. അള്ളാഹുവിൻ്റെ ലുത്ഫ് ഇൻഷാ അള്ളാഹ് അത് ഞങ്ങൾക്ക് കണ്ണിൽ കാണിച്ചു തരും ഇൻഷാ അള്ളാഹ്. അള്ളാഹിൻ്റെ ലുത്ഫ് അല്ലാതെ ഒന്നുമില്ല, ഒക്കെ അള്ളാഹിൻ്റെ ലുത്ഫാണ്. അള്ളാഹിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളെ ചെറുപ്പത്തിലെ മനസ്സിലാക്കിയാൽ ആരെ മനസ്സിലാവും? അള്ളാഹ് നന്മല്ലാതെ ചെയ്തിട്ടില്ല, നല്ലതല്ലാതെ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അള്ളാഹു എന്തൊരു സന്തോഷമാണ്. അള്ളാഹ് നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹ് ഞാൻ കടപ്പുറത്തിരിക്കുകയാണ്. എൻ്റെ ചെറിയ മകൾ ആയിഷ കടപ്പുറത്ത് കടലിലേക്ക് ഇറങ്ങിയെന്നു. കുട്ടി കടൽ വെള്ളത്തിൽ കളിക്കുക, കാപ്പാട്, കഴിഞ്ഞ 2 കൊല്ലം മുമ്പ്. അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസം ഞാൻ കടപ്പുറത്തിരിക്കുക. അങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുട്ടി കടലിൽ ഇറങ്ങി എന്നിട്ട് കടൽ വെള്ളത്തിൽ കളിക്കുക. പിന്നെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കുട്ടിയെ കാണാനില്ല. അത് തിര അടിച്ചിങ്ങോട്ട് കയറി തിരയിൽ കുട്ടി നഷ്ടപ്പെട്ടു പോയി. ഞാൻ അല്ലാ എന്ന് പറഞ്ഞൊരു ചാട്ടം ചാടി. അപ്പോഴത്തിന് എന്ത് ചെയ്തു? എൻ്റെ മൂത്ത മകൻ ഇവിടെ പഠിക്കുന്ന മുഹമ്മദ് സാലിഹ് കുട്ടിയുടെ ഒരു വിരലിനെ പിടിച്ചു. കുട്ടി ഇവനെ പിടിച്ചു. ഇവർ രണ്ടാളും കൂടി കടൽ വെള്ളത്തിലേക്ക് വീണ്ടും മറിഞ്ഞു. അപ്പോഴത്തേന് ഞാനെത്തി. അവർ എൻ്റെ കാലിന് പിടിച്ചു. അപ്പോൾ ഞാനും മറിഞ്ഞു, കടൽ വെള്ളത്തിൽ കുത്തി മറിഞ്ഞു. അടിച്ച് തിരമാല വരികയാണ്. ഉറപ്പ് പിന്നെ 3 ആളും ബാക്കി ഉണ്ടാവില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കടൽ വെള്ളം ഞങ്ങളെയും കൊണ്ട് കുറച്ച് മുന്നോട്ട് പോയി. പിന്നെ കടൽ വെള്ളം ഞങ്ങളെ ഇട്ട് സ്പീഡിൽ പുറകോട്ട് പോയി. പിന്നെ 1 മിനിറ്റ് നേരം കടൽ വെള്ളം തിരിച്ചു വന്നതേയില്ല. ഞങ്ങൾ എണീറ്റ് ഓടി. ഇതിൻ്റെ പണിയെടുത്തത് ആരാ? അല്ലാ. ഞാനത് ഓർക്കാത്തൊരു മാസമല്ല. ഇതിൻ്റെയൊക്കെ പണിയെടുക്കുന്നത് അള്ളാഹനെ നമുക്ക് അവിടെ കാണാം. അള്ളാഹനെ കാണാം. ഇരിക്കുന്ന മുഹമ്മദ് ഹാഷിം, ഞാനും ഞങ്ങളെ കുടുംബവും മുത്തുപേട്ടെന്ന് വരികയാണ്. അങ്ങനെ വരിക, ട്രെയിനിന് വരിക. ഇവനും ഞാനൊരു സീറ്റിൽ കിടക്കുക. ട്രെയിനിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് 2 ആളും കൂടി ഒരു സീറ്റിലാണ് കിടക്കുന്നത്. രാത്രി 2 മണി. ഞാൻ എണീറ്റ് ഉണർന്ന് നോക്കുമ്പോൾ ഇവനെ കാണാനില്ല. അപ്പോൾ ഏതോ ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ എണീറ്റപ്പോൾ ഈ കുട്ടി, അവന് 5, 6, 7 വയസ്സുണ്ട്. ഈ കുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് കുട്ടീനെ പിടിച്ചു. 1 സെക്കൻഡ് കൊണ്ട് വണ്ടി എടുത്തു. ഈ കുട്ടി അറിയാത്ത കുട്ടിയല്ലേ. ഈ കുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ആ സമയത്ത് ഞാൻ എന്നെ എണീപ്പിച്ചതാരാ? അള്ളാഹു അല്ലാതാരാ? നമ്മൾ ഓരോ ഘട്ടത്തിലും അള്ളാഹനെ കാണും. അള്ളാഹനെ കാണുന്നൊരു സമയം അതോർത്ത നമുക്ക് പിരാന്തി വരും. അവിടെ നമ്മൾ എണീക്കാൻ ഒരു ചാൻസും ഇല്ല. കുട്ടി ഇറങ്ങാൻ നിൽക്കുക. പിന്നെ ആ കുട്ടി നഷ്ടപ്പെട്ടു, മിസ്സായി. എന്തുകൊണ്ട്? ഏത് സ്റ്റേഷനിലാണ് കുട്ടി ഇറങ്ങിയത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കുട്ടി ലവാറിസം. ആ കുട്ടിയെ പിന്നെ ആരും തട്ടിക്കൊണ്ടുപോകും. ലവാറിസല്ലേ, എവിടെയും നഷ്ടപ്പെട്ടു പോകാലോ. എവിടെയാണ് അറിയൂല. നിങ്ങൾ ചിന്തിക്കുക. ഇവിടെയൊക്കെ നമുക്ക് അള്ളാഹനെ കണ്ടെത്താൻ ശരിക്കും അവസരം അള്ളാഹ് തരുന്നുണ്ട്. പക്ഷേ നമ്മളെ ബുദ്ധി അവിടെ വർക്ക് ചെയ്യില്ല. ഇത് ഓർക്കുമ്പോൾ മുഴുവൻ ഞാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നില്ലാറുണ്ട്. അതിൻ്റെ റബ്ബ് എനിക്ക് ചെയ്തെന്ന അവസരം. ഈ കുട്ടികളൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ജീവിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിലും അള്ളാഹു ലത്തീഫാണ് എന്നതിനുള്ള അവസരങ്ങൾ മനസ്സിലാക്കാൻ ഉണ്ട്. നമ്മളത് മനസ്സിലാക്കണില്ല. നമ്മളത് കഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ വലിപ്പത്തരം പറയും. എന്ത്? ഞാനാ നേരത്താണ് ചെന്നോണ്ട് ഒന്നിങ്ങനെ ചാടാൻ നിൽക്കുക. എൻ്റെ ബുദ്ധി എനിക്ക് അറിയോ? പെണ്ണുങ്ങളോട് പിറ്റേന്ന് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് ചായയും ചാപ്സും തിന്നും എന്ത് പറയാം? അപ്പോഴും പറയും എന്ത്? അതിനല്ലേ എൻ്റെ വാപ്പങ്ങളെ കൊണ്ട് തന്നെ എന്നെ കെട്ടിച്ച്. നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ ബുദ്ധി ഉണ്ടെന്ന് മൂപ്പർക്ക് തന്നെ അറിയാം. എൻ്റെ വാപ്പാക്ക് തെറ്റിയിട്ടില്ല, എൻ്റെ ബാപ്പാക്കും തെറ്റിയിട്ടില്ല, എൻ്റെ ഓക്കും തെറ്റിയിട്ടില്ല. അപ്പൊ തെറ്റിയതാർക്കാ? പഠിച്ചോനെ. എന്ത്? 1 സെക്കൻഡ് മതി ആ കുട്ടി നഷ്ടപ്പെടാൻ. അവിടേക്ക് അള്ളാഹു നമുക്ക് കാണിച്ചു തരും. പിന്നെ ജീവിതം മുഴുവൻ നമ്മൾ മറക്കരുത്. അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു ലത്തീഫും ബിഇബാദി. അള്ളാഹു അടിമയോട് ഏറ്റവും ലത്തീഫാണ്. മനസ്സിലാവണില്ല കുട്ടികളെ? ഒരു പേടിയും പേടിക്കണ്ട. അള്ളാഹുവിനെ ഹൃദയത്തിൽ വെച്ചാൽ നഷ്ടപ്പെടുകയില്ല.
അള്ളാഹുവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ട് ഇല്ലാതെ നിങ്ങൾ എത്ര വലിയ എലോൺ മസ്ക് ആയിട്ടൊട്ട് കാര്യവും ഇല്ല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ബാക്കി അടുത്ത ക്ലാസ്. അൽ ഫാത്തിഹ.